ദേശീയ പ്രവേശന പരീക്ഷകളിലെ ക്രമക്കേടും അഴിമതിയും നിയമസഭ ചർച്ച ചെയ്യുന്ന നേരം കേന്ദ്ര സർക്കാരിനും ദേശീയ പരീക്ഷാ ഏജൻസിക്കുമെതിരെ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ അംഗങ്ങൾ വിമർശനമുന്നയിക്കുന്നു. അടുത്ത ഊഴം മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ്റേത്. പതിവ് തെറ്റിച്ചില്ല. വ്യത്യസ്തനായി മാധ്യമ ശ്രദ്ധ കിട്ടാൻ സംസ്ഥാന സർക്കാരിനെയും PSCയെയും വിമർശിച്ചേക്കാമെന്നായി കുഴൽനാടൻ. ഞാൻ പറയുന്നത് പരീക്ഷാ തട്ടിപ്പ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം നടക്കുന്നതോ ഒരു സംഭവത്തിൽ ഒരു സർക്കാരിന് കീഴിൽ മാത്രം നടക്കുന്നതല്ല. We should learn lesson from this. കേരളത്തിൽ നടന്നിട്ടില്ലെന്ന് പറയാൻ കഴിയോ? പരീക്ഷാ തട്ടിപ്പിനെ കുറിച്ച് പറയാൻ യോഗ്യൻ കോപ്പിയടിച്ചതിന് ഡീബാർ ചെയ്യപ്പെട്ട മാത്യു കുഴൽനാടൻ തന്നെയാണെന്ന് മറുപടി പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദുവിനും അറിയാം. സർവകലാശാല പരീക്ഷയിൽ കോപ്പിയടിക്കുകയും അവർ പിന്നീട് സാമൂഹ്യ അംഗീകാരം നേടിവരുന്നതും അപലപനീയമാണെന്നും മറുപടി പ്രസംഗത്തിൽ മന്ത്രി ഓർമ്മിപ്പിച്ചു. പരീക്ഷകളിൽ ആളുകൾ കോപ്പിയടിക്കുകയും അവർ പോലും പിന്നീട് സാമൂഹ്യ അംഗീകാരങ്ങൾ നേടുകയും ഒക്കെ ചെയ്യുന്നത് തീർച്ചയായും അപലപനീയമായ കാര്യമാണ് ഈ സഭയിൽ പറയാനുള്ളത്. 1992-94 ബാച്ചിൽ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി കോതമംഗലം MA കോളേജിൽ പഠിക്കുന്ന കാലയളവിലാണ് മാത്യു കുഴൽനാടൻ പരീക്ഷാ ക്രമക്കേട് നടത്തിയതിനെ തുടർന്ന് പിടിക്കപ്പെട്ടത്. 1994 ഏപ്രിൽ മാസം 2ാം വർഷ പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിൽ 35761 എന്ന രജിസ്റ്റർ നമ്പറിൽ പരീക്ഷ എഴുതിയ മാത്യു കുഴൽനാടനെ 1995 ഏപ്രിലിന് മുമ്പുള്ള എല്ലാ പരീക്ഷകളിൽ നിന്നുമാണ് മഹാത്മാഗാന്ധി സർവകലാശാല ഡീബാർ ചെയ്തിരുന്നത്. ഇത് സംബന്ധിച്ച സിൻഡിക്കേറ്റ് ഉപസമിതിയുടെ തീരുമാനത്തിന്റെ പകർപ്പുൾപ്പെടെയുള്ള വിവരാവകാശ രേഖ പുറത്തു വന്നിരുന്നു.